ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. 2-3 കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ തന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇന്ന് രാത്രി ഞാനിവിടെ കിടന്നുറങ്ങുമ്പോ ഇന്ന് രാത്രി ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് ഇന്ന് രാത്രിയിൽ നീ ഇവിടുന്ന് എഴുന്നേറ്റ് നീ അങ്ങ് ആഫ്രിക്കയ്ക്ക് പോവുക. ഞാൻ പോവില്ല. ഞാൻ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ നിന്ന് ഞാൻ പോവില്ല. ഞാൻ വിചാരിക്കും അത് പിശാച് കൊണ്ടുവന്ന സ്വപ്നമാണെന്ന് ഞാൻ വിചാരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഈ മനുഷ്യൻ ദൈവം ഒരു കാര്യം സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുമ്പോ ആ സ്വപ്നത്തിന്റെ പേരിൽ ജീവിതത്തെ തീരെഴുതി കൊടുക്കാൻ തയ്യാറാണ്. ദൈവം പറഞ്ഞതിന്റെ പേരിൽ പരിപൂർണമായി അനുസരിക്കാൻ തയ്യാറായ ഒരു വ്യക്തി. അതിനകത്ത് കർത്താവ് പറഞ്ഞതിന് ഇടം വലം വ്യത്യാസമില്ലാതെ അനുസരിക്കുന്ന ഒരു വ്യക്തി, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം കൊടുക്കാൻ തയ്യാറായ ഒരു വ്യക്തി.